ഇതെന്താ ബസ് സ്റ്റാൻഡോ? പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടിലാണ് സ്കൂൾ ബസ് ഇടണേ. എടോ സാറേ, പിള്ളേർക്ക് ഗ്രൗണ്ട് കളിക്കാനുള്ളതാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് ബസ് ഓടിച്ച് കളിക്കാനുള്ളതല്ല. കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഗ്രൗണ്ട് അടച്ചു കൂട്ടിയിട്ട് പിള്ളേരെ കളിക്കാൻ സമ്മതിക്കാതെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൊടുക്കാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുക്കി ഇരിക്കാൻ പറഞ്ഞാൽ അവരെന്തെങ്കിലും വലിച്ചേക്ക് എവിടെയെങ്കിലും പോയിരിക്കും. പിന്നെ ഇത് പുകയിലേക്കൂല, സിന്തറ്റിക് ആവും, അവന്റെ അമ്മൂമ്മയുടെ ഹൈഡ്രോഫോണിക് ആവും. അടി ഇടി പിന്നെ സ്വബോധമില്ലാത്ത അടി, പോലീസ് കേസ് ഇതുവരെ എത്തി. ഇനി അടുത്തോട് ഞാൻ പറഞ്ഞുതരാം, മറ്റേ സ്ഥലങ്ങളെ പോലെ തോക്ക് വാങ്ങിച്ച് സ്കൂളിൽ കയറുമായിട്ട് പൊട്ടിക്കും. അതും ഈ കേരള കണ്ടി വരും. അന്നേ നിങ്ങളിതൊക്കെ തിരിച്ചറിയുള്ളൂ കേട്ടോ. പ്രാർത്ഥിക്കാനാണെങ്കിൽ ഒരുങ്ങിക്കേട്ട് ഇങ്ങോട്ട് വന്നോ, വല്ല പള്ളിയിലോ അമ്പലത്തിലോ പോയിരുന്നാ പോരെ. എന്നാ പിന്നെ പൊങ്കാലയും പള്ളിപ്പെരുന്നാളും ഉറൂസും കൂടി സ്കൂളിൽ വെച്ചെടുത്താ. കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് അറിവ് നേടാനും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയാണ്, അല്ലാണ്ട് ഭക്തി പഠിപ്പിക്കാനില്ല. അതിനൊക്കെ അതിൻ്റെതായ സ്ഥലങ്ങളുണ്ട്, ആളുകളുണ്ട്, അത് അവർ നോക്കിക്കോളും. പിന്നെ നിങ്ങളുടെ ജോലി പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കൽ മാത്രമല്ല, പഠിക്കാത്ത പിള്ളേരെ നേർവഴിക്ക് കൊണ്ടുവരാനും കൂടിയാണ് കേട്ടോ. പിന്നെന്താ പ്രശ്നം? ഒരു പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിന് കുഴപ്പം? പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം? ഒരു അനാവശ്യം പറയാൻ പിള്ളേര് 4 പേര് പരീക്ഷ എഴുതും ഈ സ്കൂളിൽ തന്നെ. പിന്നെ ബസ് ഇടാൻ വേറെ സ്ഥലം നോക്കിക്കൊള്ളാം. നാളെ 2 പോലീസുകാരെ ഞാൻ ഇങ്ങോട്ട് വിടും. ഗ്രൗണ്ടിൽ പിള്ളേരെ കളിക്കണമെങ്കിൽ ലൈവായിട്ട് കാണണം കേട്ടോ മുജീബ് സാറേ. ഈ സ്കൂളിൽ നിന്ന് ഇനിയൊരു കുട്ടി ഇതുപോലത്തെ ഒരു കേസിൽ പോലീസിനെ കിട്ടിയ വീട്ടുകാർ മാത്രമല്ല, പ്രിൻസി തൊട്ട് മണിയടിക്കുന്ന പ്യൂൺ വരെ DVSP ഓഫീസിന് മുമ്പിൽ ഒന്ന് നിരന്നേക്കും. മനസ്സിലായോ?